ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് എന്താണ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ എന്താണ്, അതിൻ്റെ അസംഷൻസ് എന്താണ്, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പറയേണ്ടത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്താണെന്നുള്ളതാണ്. ഈ ഒരു മോഡല് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ഒലിവർ വില്യംസൺ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് 1964 ഒലിവർ വില്യംസൺ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് ഗ്രോത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഗ്രോത്ത് മാക്സിമൈസേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷന്റെ മോഡൽ. ഇവിടെ പ്രോഫിറ്റും അതേപോലെ തന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിന്റെ ഗ്രോത്തും എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ്സസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെന്റും ഡിഫറെൻ്റ് ആണ്. അതായത് മാനേജേഴ്സ് വേറെ ഉണ്ടായിരിക്കും, ഓണർഷിപ്പ് ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് വേറെ ഉണ്ടായിരിക്കും, ഓണേഴ്സ് വേറെ ഉണ്ടായിരിക്കും. ഈ ഒരു മോഡൽ പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് മോഡൽ മാനേജേഴ്സ് വുഡ് അപ്ലൈ ദെയർ ഡിസ്ക്രിഷണറി പവർ ടു മാക്സിമൈസ് ദെയർ ഓൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഈ ഒരു മോഡൽ പറയുന്നത് ഇങ്ങനെയാണ്: മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് അവരുടെ യൂട്ടിലിറ്റി ഫങ്ഷൻസ് മാക്സിമൈസ് ചെയ്യാൻ അവരുടെ ഡിസ്ക്രിഷണറി പവർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിഷണറി പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെയർ ഓൺ ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ ഇതാക്കാൻ, അതാണ് ഡിസ്ക്രിഷണറി പവർ. അവരുടെ ചോയ്സസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എടുക്കാം. വേറൊരാൾക്കും എന്തില്ല, അതിൽ അധികാരമില്ല, അത് തിരുത്താനുള്ള അധികാരമില്ല. അതാണ് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ എല്ലാ അതോറിറ്റീസിനും, ഗവർണർക്കും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷണറി പവർ എന്താ, അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന ചില തീരുമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ ചോയ്സസ് ഉണ്ട്, ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അതിൽ വേറൊരാൾക്ക് കൈകടത്താൻ പറ്റില്ല. അതിനെയാണ് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തില് മാനേജ്മെന്റിന് ചില അധികാരങ്ങളുണ്ട്, ചില ഡിസ്ക്രിഷണറി പവർ ഉണ്ട്, അതിൽ ഇന്റർഫിയർ ചെയ്യാൻ വേറൊരാൾക്ക് അധികാരമില്ല. സോ അത്തരം ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓൺ യൂട്ടിലിറ്റി ഫങ്ഷൻസ് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു മോഡൽ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ പറയണത്. Then the utility function of managers depends upon their salary, job security, power, status, professional satisfaction and the power to influence firm's objectives. ഈ മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവരുടെ സാലറി എൻഹാൻസ് ചെയ്യുക, ജോബ് സെക്യൂരിറ്റി എഷ്യൂർ ചെയ്യുക, അവരൊരു പവർ കൊണ്ട് അവർക്കൊരു പവർ അല്ലെങ്കിൽ പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് അതെല്ലാം എൻഹാൻസ് ചെയ്യുക. ദെൻ പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻ ചെയ്യുക. അതേപോലെ ഫേമിന്റെ ഒബ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ ഫേമിന്റെ ഗോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അധികാരം. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക, മാനേജീരിയൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ, അതാണ് തേർഡ് വൺ നമ്മൾ പറയാൻ പോണത്. അതിൽ നമ്മൾ പറഞ്ഞു 1964 1964 ഒലിവർ വില്യംസൺ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആസ് വെൽ ആസ് ഗ്രോത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റും കൂട്ടണം, അതേപോലെ ഗ്രോത്തും കൂട്ടണം. അത് രണ്ടും ഒരു കമ്പൈൻ ചെയ്യുന്നതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ്സുകളിൽ അവിടുത്തെ ഓണർഷിപ്പും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റും രണ്ടും രണ്ടായിരിക്കും, അതായത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിസ്ക്രിഷണറി പവർ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അവരുടെ ഓൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ സാലറി കൂട്ടുക, ജോബ് സെക്യൂരിറ്റി അഷ്യൂർ ചെയ്യുക, പവർ കൂട്ടുക, സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് എൻഹാൻസ് ചെയ്യുക, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻ ചെയ്യുക, അതേപോലെ ഫേമിന്റെ ഒബ്ജക്റ്റീവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക.
ഇത്രയും കാര്യങ്ങളാണ് മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. ഇനി വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ദി മോഡൽ? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിന്റെ അസംഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസംഷൻ എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതെന്താണ്? വിത്തൗട്ട് എനി എവിഡൻസ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി പ്രൂഫ് ഇല്ല, എവിഡൻസ് ഇല്ല, പക്ഷെ നമ്മൾ ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതിനെയാണ് അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ അസംഷൻസിനെ ബേസ് ചെയ്താണ്. അതിൽ ആദ്യത്തെ അസംഷൻ വന്നിട്ട് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും ഓണർഷിപ്പും രണ്ടും രണ്ടാണ്. ദെൻ തേർഡ് വൺ എ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ ഈസ് എക്സിറ്റ് ഇൻ ദ ഫേം. ഫേമിൽ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ, ഒരു മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫേമിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് പ്രോഫിറ്റ് കൺസ്ട്രെയിൻ? പ്രോഫിറ്റിനെ ബാധിക്കുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ, ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഒരു മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ഇൻ ദ ഫേം. ദെൻ ദ ഫോർത്ത് വൺ വന്നിട്ട് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലൈസ്. അതായത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്ന് നമുക്ക് അത് യൂസബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടണം. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്ന് നമ്മൾ ഗെയിൻ ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം മീൻ ചെയ്യണത്. സോ ഇവിടെ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ആപ്പിൾ കിട്ടി, നമ്മൾ ആദ്യത്തെ ആപ്പിൾ കഴിച്ചു. അപ്പൊ നമുക്ക് എന്താണ്? ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ കൂടുതലാണ്, നല്ല വിശന്നിരിക്കുകയാണ്, അപ്പോഴാണ് ആപ്പിൾ കിട്ടിയിട്ടുള്ളത്. നമ്മളത് കഴിച്ചപ്പോൾ ഓക്കെ, നമ്മൾ ഓക്കെ ആയി. ദെൻ വീണ്ടും ഒന്നുകൂടി കിട്ടി, അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും, അപ്പോഴും നമുക്ക് ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ദെൻ വീണ്ടും വീണ്ടും വീണ്ടും, അതായത് വെൻ വി കൺസ്യൂം മോർ ആൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റി വീണ്ടും വീണ്ടും, അതായത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ വി ഗെറ്റ് ലെസ്സർ ആൻഡ് ലെസ്സർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ഇപ്പൊ വിശന്നിരിക്കുമ്പോൾ ആദ്യത്തെ ആപ്പിൾ കഴിക്കുന്നതും ദെൻ അത് കഴിഞ്ഞ് ഒരു 5-6 ആപ്പിൾ കഴിച്ച് 6ാമത്തെ 7ാമത്തെ ആപ്പിൾ കഴിക്കുന്നത് ഒരുപോലെയാണോ? നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറയും, ഇല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയണത് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് മോർ ആൻഡ് മോർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് കൂടുതലായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ലെസ്സർ ആയിരിക്കും, കുറവായിരിക്കും, ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അസംഷൻസ് ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലാണ്. അവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. മാനേജ്മെന്റും ഓണർഷിപ്പും, കമ്പനിയുടെ മാനേജ്മെന്റും ഓണർഷിപ്പും രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. അവിടെ ഫേമിൽ ഒരു മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ മോർ ആൻഡ് മോർ ഒരു പർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? ലെസ്സർ ആൻഡ് ലെസ്സർ ആയിട്ട് മാറും, അതായത് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അസംഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വില്യംസൺ ഹാസ് ഗിവൺ ദ മോഡൽ ഇൻ ദ ഫോം ഓഫ് എ ഫോർമുല. ഒരു ഫോർമുലയുടെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഫോർമുലയായിട്ട് ഈ ഒരു മോഡലിനെ വില്യംസൺ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. UM is equal to F into SMD. ഇതാണ് ഫോർമുല, അല്ലെങ്കിൽ വില്യംസൺ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിനെ ഇക്വേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. UM is equal to F into SMD എന്നുള്ളത്. ഇവിടെ UM is equal to മാനേജറിയൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നമ്മളുടെ UM ആണ് കാണുന്നത്. UM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജറിയൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് മാനേജറിയൽ സാലറി. മാനേജേഴ്സിന്റെ സാലറി ഉൾപ്പെടുന്ന സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ M എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാനേജറിയൽ എമോൾമെന്റ്സിനെയാണ്.
ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് ആണ്. UM is equal to F into SMT. അതാണ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. UM മാനേജറിയൽ യൂട്ടിലിറ്റി ആണ്, S എന്ന് പറയുന്നത് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ ആണ്, M എന്ന് പറയുന്നത് മാനേജറിയൽ ഇമോൾമെന്റ്സ് ആണ്, ദെൻ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിലെ S അല്ലെങ്കിൽ സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ എന്താന്ന് നോക്കാം. സ്റ്റാഫ് എക്സ്പെൻഡിച്ചറിൽ എന്താ പറയുന്നത് നോക്കാം. ഒരു മാനേജർ എപ്പോഴും ശ്രമിക്കുക അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള സ്റ്റാഫിന്റെ ക്വാളിറ്റിയും അതേപോലെ ക്വാണ്ടിറ്റി നമ്പറും ഇൻക്രീസ് ചെയ്യാനാണ്. കാരണം അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സാലറി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. സോ ഇത്തരത്തിലുള്ള നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ വോള്യൂം ഓഫ് സാലറി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിനും എന്ത് കിട്ടും, അതിനനുസരിച്ച് കൂടുതൽ സാലറി കിട്ടും, അതേപോലെ മോർ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, മോർ പ്രസ്റ്റീജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ കൂട്ടാൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു മാനേജർ എപ്പോഴും അവരുടെ അണ്ടറിലുള്ള നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, സ്റ്റാഫിന്റെ എണ്ണം കൂട്ടാൻ. കാരണം സ്റ്റാഫുകൾ കൂടുതലാണ്, ഇപ്പൊ എൻ്റെ അണ്ടറിൽ സ്റ്റാഫുകൾ കൂടുതലാണെങ്കിൽ എനിക്ക് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും, എൻ്റെ ജോബ് കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിന് കൂടുതൽ സാലറി കിട്ടുമ്പോൾ എനിക്ക് അതിലും സാലറി കൂടുതൽ കിട്ടും. സോ എപ്പോഴും മാനേജേഴ്സ് എന്തിനു ശ്രമിക്കുന്നു, സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ കൂട്ടാൻ, അതായത് അവരുടെ അണ്ടറിൽ സ്റ്റാഫിന്റെ എണ്ണം കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കൂട്ടാനൊക്കെ ശ്രമിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, മാനേജറിയൽ ഇമോൾമെന്റ്സ്. മാനേജറിയൽ ഇമോൾമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു സാലറിക്ക് പുറമെ കിട്ടുന്ന മറ്റു കുറച്ച് ഫെസിലിറ്റീസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസസ് കിട്ടുകയാണ്, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഓഫീസ് പ്രൊവൈഡ് ചെയ്യാണ്, സ്റ്റാഫ് കാർസ് പ്രൊവൈഡ് ചെയ്യാണ്, അതേപോലെ കമ്പനി ഫോൺ പ്രൊവൈഡ് ചെയ്യാണ്, ആൻഡ് സോ ഓൺ. അങ്ങനെയുള്ള മറ്റു ഫെസിലിറ്റീസ് ഇൻ അഡീഷൻ ടു സാലറി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് അവരുടെ ജോബ് ക്വിറ്റ് ചെയ്യില്ല. കാരണം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാനേജറിയൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മാനേജറിയൽ ഇമോൾമെന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ അവർ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. കാരണം മാനേജറിയൽ ഇമോൾമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഓഫീസോ എന്റർടൈൻമെന്റ് അലവൻസോ സ്റ്റാഫ് കാർസോ അങ്ങനെ സാലറിക്ക് ഇൻ അഡീഷൻ ആയി കിട്ടുന്ന ഫെസിലിറ്റീസ് ആണ്. അത് അവരുടെ പ്രസ്റ്റീജും പവറും സ്റ്റാറ്റസ് ഒക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നുണ്ട്. ഈ എമോൾമെന്റ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് മാനേജ്മെന്റ് സ്ലാക്ക് ഓർ സ്ലാക്ക് പേയ്മെന്റ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ ദ തേർഡ് വൺ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിന് അവരുടെ ചോയ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റിനനുസരിച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ്, അവരുടെ ഓൺ ഡിസ്ക്രിഷൻ അനുസരിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിനെയാണ് അല്ലെങ്കിൽ ദ വോള്യൂം അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസിനെയാണ് ഇവിടെ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വിപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് ടെക്നോളജിക്ക് വേണ്ടി, അഡ്വാൻസ്ഡ് ടെക്നോളജിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ മെറ്റീരിയലിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ഫർണിച്ചേഴ്സിന് വേണ്ടിയൊക്കെ ഒരു കമ്പനിയിൽ മാനേജ്മെന്റിന് മറ്റുള്ളവരുമായിട്ട് കൂടി ആലോചിക്കാണ്ട് ചെയ്യാൻ പറ്റണ, സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട്, അതാണ് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്നത്. സോ അത്തരത്തില് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജർ ഏബിൾ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ അല്ലെങ്കിൽ പ്രസ്റ്റീജ് അവിടെ കൂടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ യൂട്ടിലിറ്റി അവിടെ കൂടുന്നുണ്ട് എന്നാണ് പറയണത്. സോ ഒന്നുകൂടി പറയാണ്, ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്നും കൂടിയാലോചിക്കാതെ മാനേജർക്ക് അവരുടെ ആ ഒരു പരിധി അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആണ് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഇക്വിപ്മെന്റ് വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റു ടെക്നോളജീസിലോട്ട് ചേഞ്ച് ആവാൻ, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസ് വാങ്ങാൻ. സോ അതൊക്കെ അവരുടെ ആ ഒരു പവർ, ഒരു പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ഒരു സെൻസ് ഓഫ് പ്രൈഡ് ആണ്. അപ്പൊ എനിക്ക് അതിനൊക്കെ കഴിയുന്നുള്ള ഒരു തോന്നല്. സോ അതുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റി കൂടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോണത് കോൺസെപ്റ്റ്സ് ഓർ ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് യൂസ്ഡ് ഇൻ ദ മോഡൽ. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഫിറ്റ്,
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് ആണ് പറയാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അല്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്, അതായത് കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ കോസ്റ്റും സ്റ്റാഫ് എക്സ്പെൻഡിച്ചറും ഡിഡക്ട് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോഴാണ് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടുക. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ, അപ്പോഴാണ് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടുക. ആക്ച്വലി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, കമ്പനിയുടെ കയ്യിൽ കിട്ടുന്നതാണ് ആക്ച്വൽ പ്രോഫിറ്റ്. Then reported profit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if the amounts of managerial slack or emoluments are deducted from the actual profit, we get reported profit. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് മാനേജീരിയൽ സ്ലാക്ക് അല്ലെങ്കിൽ സ്ലാക്ക് പേയ്മെന്റ്സ് അല്ലെങ്കിൽ മാനേജീരിയൽ എമോൾമെന്റ്സ് അത് ഡിഡക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ കോസ്റ്റും സ്റ്റാഫ് എക്സ്പെൻഡിച്ചറും ഡിഡക്ട് ചെയ്യുന്നു. ദെൻ ആ ആക്ച്വൽ പ്രോഫിറ്റ് നിന്ന് മാനേജറിയൽ ഇൻവോൾവ്മെന്റ്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് കിട്ടുന്നു. ദെൻ മിനിമം പ്രോഫിറ്റ്. മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വിച്ച് ഷുഡ് ബി പെയ്ഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഫേം ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻസ് ടു കീപ് ദം സാറ്റിസ്ഫൈഡ്. അതായത് ഫേമിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ്, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് എന്ന് നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം കമ്പനിയുടെ കയ്യിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കൊടുക്കേണ്ട പ്രോഫിറ്റ്, അതിനെയാണ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുക. ദെൻ ഫോർത്ത് വൺ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സ് ഈ ടാക്സും ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡും ഒക്കെ കൊടുത്തതിന് ശേഷം മാനേജർ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരുടെ കയ്യിൽ കെപ്റ്റ് ചെയ്യുന്ന അവിടെ ബാക്കി വെക്കുന്ന എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജേഴ്സ് നടത്തുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂ ഫർണിച്ചർ വാങ്ങുക അല്ലെങ്കിൽ ഒരു ന്യൂ എക്യുപ്മെന്റ് വാങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത്തരം ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്നാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡും ടാക്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാനേജേഴ്സ് അവരുടെ കയ്യിൽ വയ്ക്കുന്ന പ്രോഫിറ്റിനെയാണ് ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പൊ ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, റിപ്പോർട്ടഡ് പ്രോഫിറ്റ് പറഞ്ഞു, മിനിമം പ്രോഫിറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി പ്രോഫിറ്റും പറഞ്ഞു. യെസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഒലീവർ വില്യംസൺ 1964 ഈ ഒരു മോഡൽ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രോത്ത് മോഡലിന്റെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡലിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ അതിന്റെ അസംഷൻസ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്താന്ന് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ആ ഫോർമുലയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ടേംസ്, സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ എന്താണ്, മാനേജറിയൽ എമോൾമെന്റ്സ് എന്താണ്, ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്താ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ് എന്താ, റിപ്പോർട്ടഡ് പ്രോഫിറ്റ് എന്താ, മിനിമം പ്രോഫിറ്റ് എന്താ, ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിന്റെ ഡയഗ്രാം വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഈ ഒരു മോഡലിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സുകൾ റൈറ്റ് ഡൗൺ ചെയ്യാം. താങ്ക് യു.